We shall now discuss the topic interference. Interference എന്ന് പറയുന്ന ഫിനോമിനൻ ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ നമുക്ക് വേവ് നേച്ചർ വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഫിനോമിനൻ ഇൻ്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി എന്താണ് ഇൻ്റർഫറൻസ്? ഇപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിൽ ഒരു ലൈറ്റ് സോഴ്സ് അല്ലാതെ മോർ ദാൻ വൺ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഒരു റൂം ഇലുമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ there is modification in the distribution of light energy. Our sources should be coherent sources. Coherent sources ആയാൽ മാത്രമാണ് the phenomenon of interference നടക്കുകയുള്ളൂ. അപ്പോൾ when there is superposition of two or more waves in a medium, there is modification in the distribution of light energy. This is called interference. അപ്പോൾ ഇതിന് നമുക്ക് വാട്ടർ വേവ്സ് കൺസിഡർ ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ട്രഫ് ഓഫ് വാട്ടർ, വെസൽ ഓഫ് വാട്ടർ, കാമായിട്ട് സ്റ്റില്ലായിട്ടുള്ള വാട്ടറിൽ നമുക്കറിയാം, സപ്പോസ് വി ആർ ഇൻസേർട്ടിങ് എ നീഡിൽ ഇൻ ടു ദ വാട്ടർ, എന്നിട്ട് അതിനെ നമ്മൾ പീരിയോഡിക്കലി അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ദർ വിൽ ബി വേവ്സ്, വാട്ടർ വേവ്സ് ആ പോയിൻ്റ് ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യും. ഇങ്ങനെ ഒരു നീഡിലിന് പകരം സപ്പോസ് വി ആർ ടേക്കിംഗ് ടു നീഡിൽസ് S1 ആൻഡ് S2, ഈ രണ്ട് നീഡിൽസിനെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരേപോലെ പീരിയോഡിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യാണ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഈ രണ്ട് നീഡിൽസിനും ചുറ്റുമുള്ള വേവ്സ് ഇൻ്റർഫിയർ ചെയ്യും. അവിടെ ദർ വിൽ ബി എ സൂപ്പർ പൊസിഷൻ ഓഫ് ദ വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് നീഡിൽ ആൻഡ് ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഇൻ്റർഫറൻസ്. ഇനി ഈ ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് കാണണമെങ്കിൽ ഈ രണ്ട് നീഡിൽസ് നമ്മൾ ഒരേ സമയം മുകളിലേക്ക് ആക്കുന്നു, അല്ലെങ്കിൽ ഒരേ സമയം, ഇപ്പോൾ ഇതിങ്ങനെയുള്ള രണ്ട് നീഡിൽസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഒരേ സമയം താഴ്ത്തി അല്ലെങ്കിൽ ഒരേ സമയം പൊക്കി, ഇങ്ങനെയാവുമ്പോൾ ഇത് രണ്ടും ഒരേ ഫേസിലാണ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നീഡിൽസ് ഈസ് 0. അതല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവണം, അതായത് ഒന്ന് താഴ്ത്തി ഒന്ന് പൊക്കി, ഇനി ഇത് താഴുമ്പോൾ മറ്റേത് പൊക്കുക, അങ്ങനെ ആവുമ്പോൾ ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നീഡിൽസ്. അങ്ങനെ ആയാലും നമുക്കൊരു സ്റ്റേബിൾ പാറ്റേൺ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഐദർ ദേ ഷുഡ് ബി ഇൻ ഫേസ്, ഈ രണ്ട് സോഴ്സസ് ഇൻ ഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സോഴ്സസ്. കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇത് നമുക്ക് ഈ നീഡിൽസിൻ്റെ കേസിൽ വാട്ടർ വേവ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ലൈറ്റിൻ്റെ കേസിൽ എന്താണ് ഫേസ് എന്നുള്ളത് ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നീഡിൽസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഇതിൽ ഒരേ സമയം താഴത്തേക്കാക്കി മുകളിലേക്കാക്കി അങ്ങനെയാവുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല, അതായത് ദ ടു സോഴ്സസ് ആർ ഇൻ ഫേസ്. ഇനി ഇപ്പം ഞാൻ ഒന്ന് താഴ്ത്തി ഒന്ന് പൊക്കി, ഇങ്ങനെയാവുമ്പോൾ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നീഡിൽസ്. അപ്പോൾ ഈ നീഡിൽസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അതിന് ചുറ്റും പ്രൊഡ്യൂസ്ഡ് ആവുന്ന വേവ്സ് തമ്മിലും ഉണ്ടാവും. അപ്പോൾ കൊഹിറൻറ്റ് സോഴ്സസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, കൊഹിറൻറ്റ് സോഴ്സസ് ആർ സോഴ്സസ് വിച്ച് എമിറ്റ് ലൈറ്റ് ഹാവിങ് സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്. പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് they are in phase or they have a constant phase difference between them. Coherent sources emit waves which have coherent sources emit waves which are in phase or which have a constant phase difference between them. അപ്പോൾ അങ്ങനെ ഉള്ള കൊഹിറൻറ്റ് സോഴ്സസ് ആയാൽ മാത്രമാണ് നമുക്കിവിടെയുള്ള വേവ്സ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഒരു പാറ്റേൺ കാണുള്ളൂ. അതല്ല നമ്മൾ തോന്നിയ പോലെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഈ രണ്ട് നീഡിൽസ് ഒരു ഫേസ് ഡിഫറൻസും ഇല്ലാതെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ, ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കാണാൻ സാധിക്കില്ല. ഇനി ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. Interference is based on the principle of superposition.
സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാൽ വെൻ വേവ്സ് ഇൻ്റർഫിയർ ഇൻ എ മീഡിയം ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ദി വെക്റ്റർ സം ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് വേവ്. അപ്പോൾ രണ്ട് വേവ്സ് ഒരു മീഡിയത്തിൽ ഒരേ സമയം പാസ് ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് വേവ്. ഇപ്പോൾ നമ്മൾ ഒരു വേവ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ടൈം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് വൈ ആക്സിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേവ് എടുത്തു, ദാറ്റ് ഈസ് y1 ഈക്വൽ ടു a cos ഒമേഗ ടി. അപ്പോൾ ഈ നീഡിൽസിൻ്റെ തന്നെ ഒരു പോയിൻ്റ് പി എടുത്തു. പി എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ S1P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു S2P. വി ആർ ടേക്കിംഗ് എ പോയിൻ്റ് P വിച്ച് ഈസ് equidistant ഫ്രം S1 ആൻഡ് S2. അപ്പോൾ വേവ്സ് വിച്ച് ആർ ഇൻ ഫേസ് ഫ്രം S1 ആൻഡ് S2 വെൻ ദേ റീച്ച് P they will also be in phase because they are traveling equal distances from both S1 and S2. അപ്പോൾ S1P ഈക്വൽ ടു S2P ആയതുകൊണ്ട് ഇത് രണ്ടും S1 എന്നും S2 എന്നും പിയിലെത്താൻ ഒരേ സമയം എടുക്കുന്നു. അതുകൊണ്ട് ഈ വേവ്സ് ഇൻ ഫേസ് ആയിരിക്കും. നമ്മൾ S1ൽ നിന്നുള്ള വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് y1 ഈക്വൽ ടു a cos ഒമേഗ ടി. ഇനി ഈ വേവും രണ്ടാമത്തെ വേവ് S2ൽ നിന്നുള്ള വേവിനെ സപ്പോസ് വി ആർ റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് y2 ഈസ് ഈക്വൽ ടു a cos ഒമേഗ ടി. രണ്ടും ഇൻ ഫേസിലുള്ള വേവ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവ് കൊസൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. cos 0 1 അല്ലേ, cos 90 0. അപ്പോൾ ഇതാണ് രണ്ട് വേവ്സ്. ഈ രണ്ട് വേവ്സും കൂടെ സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡുള്ള ഭാഗം ക്രസ്റ്റും നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് ട്രഫുമാണ് അല്ലേ, ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ഇത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഇവിടെയും ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അപ്പോൾ ഇനി കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? a പ്ലസ് a 2a ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും a ഇവിടെ 2a അല്ലേ, ഇങ്ങനെയുള്ള ഒരു വേവാണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് -2a. സോ ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് വേവ്. ഹിയർ ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് 2a, ഇവിടെ ഇതിൻ്റെ വാല്യൂ -2a. So the resultant wave y is equal to y1 plus y2 and that is equal to 2a cos omega t. Resultant amplitude is 2a cos omega t. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ, രണ്ടാമത്തെയും പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. അപ്പോൾ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി എന്തായി? പ്രൊപ്പോർഷണൽ ടു 2a ദ ഹോൾ സ്ക്വയർ. അതായത് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 4a സ്ക്വയർ. നമ്മൾ ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി a സ്ക്വയർ എന്നുള്ളതിനെ I0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി 4 ടൈംസ് I0 ആയി. 4I0 ആണ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ഈ തരത്തിലുള്ള ഇൻ്റർഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ദ ക്രസ്റ്റ് ഓഫ് വൺ വേവ് ഫോൾസ് ഓവർ ദി ക്രസ്റ്റ് ഓഫ് ദി അതർ ഓർ ദി ട്രഫ് ഓഫ് വൺ വേവ് ഫോൾസ് ഓവർ ദി ട്രഫ് ഓഫ് ദി അതർ. ക്രസ്റ്റിൻ്റെ മീതെയും ട്രഫിൻ്റെ മീതെയും വീണ് കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഇൻ്റർഫറൻസിനെ നമ്മൾ എന്ത് പറയുന്നു? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നു. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി വിൽ ബി 4 ടൈംസ് ദ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി അല്ലേ, 4 ടൈംസ് ദ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റിൻ്റെ 4I0 എന്നാണ് വരുന്നത്. ഇക്വേഷൻ y1 പ്ലസ് y2 പറയുമ്പോൾ 2a cos ഒമേഗ ടി. നൗ വി ഷാൽ സീ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി വിൽ ബിക്കം ഈക്വൽ ടു 0. നമുക്കതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ടൈം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് വൈ ആക്സിസ്. ആദ്യത്തെ വേവ് നമ്മൾ നേരത്തെ വരച്ച പോലെ y1 ഈക്വൽ ടു a cos ഒമേഗ ടി. ഇനി രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ്. രണ്ടാമത്തെ വേവ് y2 ഈക്വൽ ടു a cos ഒമേഗ ടി മൈനസ് പൈ.
പൈ പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ, പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് വേവ്സ് y1ഉം y2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ആണ്. ഈ രണ്ട് വേവ്സും ദേ ആർ ഔട്ട് ഓഫ് ഫേസ്. അപ്പോൾ ഇതിൻ്റെ ക്രസ്റ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ മറ്റതിൻ്റെ ക്രസ്റ്റ് താഴെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. cos 180 മൈനസ് തീറ്റ ഒമേഗ ടി മൈനസ് പൈ പറയുമ്പോൾ അതെന്താണ്? മൈനസ് എ കോസ് ഒമേഗ ടി. ഇതൊന്ന് മൈനസ് സൈൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ പൈ മൈനസ് ഒമേഗ ടി എന്ന് വന്നു. cos 180 മൈനസ് തീറ്റ പറഞ്ഞാൽ കോസ് തീറ്റ. സോ y2 ഈസ് ഈക്വൽ ടു മൈനസ് എ കോസ് ഒമേഗ ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഇവിടെ crust of one wave is falling over the trough of the other wave. So the resultant amplitude will be equal to 0. ഇവിടെ വേവ് ഉണ്ടാവില്ല. ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്, ഇൻറ്റൻസിറ്റി 0 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി മൈനസ് എ കോസ് ഒമേഗ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർഫറൻസ് ഈസ് കോൾഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. At points where the crest of one wave falls over the trough of the other, the resultant displacement is 0, hence intensity is 0. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, വാട്ടർ വേവ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ജനറലായിട്ട് കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫറൻസ് പറയാം. അപ്പോൾ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്, സപ്പോസ് ദർ ആർ ടു കൊഹിറൻറ്റ് സോഴ്സസ് S1 and S2, then for the point P to have constructive interference, the path difference between the waves reaching P, path difference എന്ന് പറഞ്ഞാൽ S1P ഡിഫറൻസ് S2P. അപ്പോൾ നമുക്ക് രണ്ട് സോഴ്സുകളുണ്ട്, ഒന്ന് S1 ഒന്ന് S2. പോയിൻ്റ് പിയിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണോ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ S1-ൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് പാത്ത് ലെങ്ത്ത്. S2-ൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് S2P. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് S2P ഏത് വേണമെങ്കിലും, ചിലപ്പോൾ S2P ആയിരിക്കും വലുത്, ചിലപ്പോൾ S1P ആയിരിക്കും വലുത്. ഈ പോയിൻ്റ് P താഴെയാണെങ്കിൽ S1P നീളം കൂടുതലും S2P നീളം കുറവും ആവാം. അതുകൊണ്ട് നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്നുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. ഡിഫറൻസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ S1P ഡിഫറൻസ് S2P എന്നുള്ളത് ഈക്വൽ ടു, ആ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു n ലാംഡ, വേർ n ഈസ് ആൻ ഇൻറ്റിജർ, n ഈസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. ഇങ്ങനെയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ the point P will have constructive interference. For any point P, when the path difference S1P difference S2P equal to n lambda, P will have constructive interference. ഇനി ചില ബുക്കുകളിൽ n ലാംഡ എന്നുള്ളതിന് പകരം അവർ 2n ലാംഡ ബൈ 2 എന്ന് എഴുതിയിട്ടുണ്ട്. E1 മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 എന്ന്. 2n ലാംഡ ബൈ 2 പറഞ്ഞാൽ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് എന്തായി? n ലാംഡ തന്നെ ആയി. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, അപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി പറയുന്നത് 4 ടൈംസ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയാണ്, 4I0 ആണ്. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ ദ പാത്ത് ഡിഫറൻസ് S1P ഡിഫറൻസ് S2P ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ. If the path difference S1P difference S2P equal to n plus half lambda, where n is equal to ആദ്യത്തെ പോലെ 0 1 2 3 etc. n plus half lambda ആണെങ്കിൽ that point P will have destructive interference and the resultant intensity at that point will be 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി n പ്ലസ് ഹാഫ് ലാംഡ എന്നുള്ളതിന് പകരം ചില ബുക്കുകളിൽ 2n പ്ലസ് 1 ലാംഡ ബൈ 2 അങ്ങനെ കാണാറുണ്ട്. 2n പ്ലസ് 1 ലാംഡ ബൈ 2 പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതന്നെ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ പഠിച്ചു വയ്ക്കുക. NCERT ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് പാത്ത് ഡിഫറൻസ് ഈസ് n ലാംഡ ആൻഡ് ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ദ പാത്ത് ഡിഫറൻസ് ഈസ് n പ്ലസ് ഹാഫ് ലാംഡ.